ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻ ഹാവ് ലോങ് ബീൻസ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഓബ് വാനിനെ കിസ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. വല്ലാണ്ട് ക്ലോസ് ആവുന്നുണ്ട്. വാനും തടയുന്നില്ല, ഓബും തടയുന്നില്ല. അങ്ങനെ കിസ് ചെയ്യും എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഓബിനെന്തോ തന്നെക്കൊണ്ട് പറ്റില്ല, തനിക്കെന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവനങ്ങ് മാറുവാണ്. ഒഴുങ്ങി മാറിയിട്ട് വാനിനെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നടന്നു പോവാണ്. ഇതുവരെ വാനിന് സങ്കടമാണോ അതോ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. വാനിന് ഒരുപാട് വിഷമാവുന്ന പോലെ അവൻ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഓബിനെ കാണിക്കുമ്പോൾ അവൻ നേരെ നടന്ന് കിച്ചണിലേക്കായിരുന്നു വന്നത്. അവനങ്ങനെ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. കാവോ, അതായത് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് പോയതിനു ശേഷം പിന്നീട് അവനങ്ങനെ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ അവൻ എന്തോ ഒരു സ്നാക്ക് പോലത്തെ ഒരു ഡെസേർട്ട് ഐറ്റം ഉണ്ടാക്കുവാണ്. അതങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിന് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് ഇതേ സെയിം ഡെസേർട്ട് അവൻ മുമ്പ് കാവോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയം അവൾ ഇതും കൂടെ നിങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ മെനു ലിസ്റ്റിൽ ചേർക്കാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് ഇല്ല, ചേർക്കത്തില്ല. കാരണം ഞാൻ ഡെസേർട്ട് ഉണ്ടാക്കുന്ന ഷെഫല്ല, പക്ഷേ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ ഡെസേർട്ട് കഴിക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ സമയം അവൾ എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് ഓബാണെങ്കിൽ വീണ്ടും ആ ഡെസേർട്ട് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അതിനുശേഷം വാനിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ജേജേനെ കാണാനായിട്ട് വന്നിരിക്കുവാണ് ആ രാത്രി ടൈമിൽ തന്നെ. അവൻ വന്നിരുന്നിട്ട് ടേബിളിൽ കൈയൊക്കെ എടുത്തിടിച്ചിട്ട് ദൈവമേ 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 ആലോചിക്ക് എന്താ സംഭവിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജേക്കും കൂടെ ദേഷ്യം വന്നിട്ട് നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ചാടി കടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഈ ഓൾറെഡി തന്നെ വാന് വന്നപ്പോൾ ജേജയുടെ അടുത്ത് ഇതുപോലെ ഓബ തന്നെ കിസ് ചെയ്യാൻ പോയ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജേജയാണെങ്കിൽ നീ ഒന്ന് അടങ്ങ്, നീ കിടന്ന് ഇങ്ങനെ ചാടി തോന്നും ഭൂമി വിൽക്കാൻ വന്നത്, അത് ജസ്റ്റ് ഒരു കിസ്സാണ് മാൻ, കിസ്സ്. നിന്നെ കിസ് ചെയ്യാൻ വേണ്ടി വന്നത് മാത്രമാണ്. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടി കളിക്കുന്നത്? നിൻ്റെ അഭിനയം കണ്ടു കഴിക്കാൻ നീ ഇനി കിസ് ചെയ്തിട്ടില്ലാത്ത പോലെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ പക്ഷേ എന്നെ എന്തിനാ അയാൾ കിസ് ചെയ്യാൻ വരുന്നത്? എന്തിനാണ് അയാൾ പകുതിക്ക് വെച്ചിട്ടിട്ട് പോകുന്നത്? എന്തോ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചേച്ചി എന്തായാലും ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫീലിങ്സ് എല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും. ഫീലിങ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ആ ഫീലിങ്സ് ഉപയോഗിച്ച് മെത്താസിന് വേണ്ട കാര്യം നിനക്ക് നടത്തി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പം നിനക്കും തിരിച്ച് ഫീലിങ്സ് തോന്നുകയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തീർന്നു എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ ഇങ്ങനെ ഓബിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ല, ഇല്ല എനിക്കൊട്ടും ഫീലിങ്സ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഓബിനെ കാണിക്കുമ്പോൾ അവൻ ആ ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവൻ കഴിക്കുവാണ്. കഴിച്ച സമയത്ത് അവൻ്റെ മൈൻഡിൽ കാവോയുടെ മുമ്പത്തെ ഓർമ്മകളും വരുന്നുണ്ട്. അവനിപ്പോൾ വാനിനെ കിസ് ചെയ്യാൻ പോയ ഓർമ്മകൾ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ ആ ഉണ്ടാക്കിയ ഡെസേർട്ട് എടുത്ത് എറിയുവാണ്. അതിനുശേഷം വാനിനെ കാണിക്കുമ്പോൾ അവൻ തിരിച്ച് ആരും കാണാതെ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറുകയാണ്. കാരണം ഒരു റൂളാണ്, രാത്രി 10 മണിക്ക് ശേഷം ലേറ്റായിട്ട് വരാൻ പാടില്ല. തിരിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടായിരുന്നു ക്ലൂവ ലേറ്റായിട്ട് തിരിച്ചു വന്നതും ആരുടേതും പറയില്ലേന്ന് വാനിനോട് പറഞ്ഞതും. അങ്ങനെ വാനിപ്പോൾ പേടിച്ച് ആരും കാണില്ല ദൈവമേന്ന് പറഞ്ഞ് കയറുന്നുണ്ട്. എന്നാൽ ഓബ് കാണുന്നുണ്ട്. ഓബാണെങ്കിൽ നിനക്ക് ഇവിടുത്തെ റൂൾസ് അറിയത്തില്ലേ, എന്തിനാ ലേറ്റായത്, നിൻ്റെ സ്കോർ കുറഞ്ഞുപോകും, നീ ഇവിടെ ഔട്ടാവും, നിനക്കൊരു പേടിയും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നങ്ങ് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഓബ് വാനിനെ കൈ പിടിച്ച് തടങ്ങിയ ശേഷം നിനക്ക് എന്നിട്ട് ദേഷ്യമാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ ദേഷ്യമല്ല, ഇറിറ്റേറ്റഡ് ആണ്. ഒരു കാര്യം ക്ലിയർ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നേരത്തെ നമ്മുടെ ഇടയിൽ അവിടെ എന്താ നടന്നത്, റൂഫ് ടോപ്പിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് അതൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നീ ഇന്നോട്ട് പെരുമാറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. നീ അതൊക്കെ വിട്ടുകളയാനായിട്ട് പറയാണ്. ആ സമയം വാന് ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കത്തുമില്ല, പക്ഷേ നിങ്ങളും ഈ തീരുമാനത്തിൽ തന്നെ നിൽക്കുമല്ലേ എന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞിട്ട് വാൻ അവിടെ ദേഷ്യത്തിൽ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നുണ്ട് ഓബാണെങ്കിൽ അടുത്ത ദിവസം എല്ലാവരും ഇവിടെ ചേർക്കുന്നതാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഇന്ന് ഡ്യൂട്ടീസ് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓട്ടോ ഇന്ന് എനിക്ക് കുക്കിംഗ് എടുക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം സിബും ഞാനും കുക്കിങ്ങിൻ്റെ മറ്റൊരു വശം എടുത്തോളാം എന്ന് പറയാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ നമ്മുടെ വാനിന് കുക്കിങ്ങിനൊരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഗസ്റ്റിനെ നോക്കിക്കോളാം, ഇന്ന് അതിന് പകരം വാനാണെങ്കിൽ കുക്കിങ്ങിന് കയറിക്കോട്ടെ, അതായത് കിച്ചൺ വർക്കിന് കയറിക്കോട്ടെ, അപ്പോൾ പിന്നെ അവനൊരു അവസരം കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് വാനിൻ്റെ അടുത്ത് നിനക്കത് ഓക്കെയാണോ എന്ന് വെച്ചപ്പോൾ വാന് എനിക്ക് ഓക്കെയാണ്, പക്ഷേ വീണ്ടും ആലോചിക്കുമ്പോൾ ഓക്കെ അല്ല, ഞാനിവിടെ അടുക്കളയിൽ നിന്നാൽ ശരിയാകത്തില്ല, ഞാൻ ഗസ്റ്റിൻ്റെ കാര്യം നോക്കിക്കോളാൻ തുടങ്ങിയിട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനുശേഷം കാണിക്കുന്ന എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. വാനും അവൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഗസ്റ്റിനെ നോക്കുന്നതിൽ. അങ്ങനെ ചെയ്യുന്ന ടൈമിന് അവിടെ 2-3 പെൺകുട്ടികളും ഗസ്റ്റായിട്ട് വരാണ്. ആ സമയം ആ പെൺകുട്ടികളെല്ലാം ഇവനെ കണ്ടിഷ്ടപ്പെട്ടും സെൽഫി എടുത്തോട്ടെ ഫോട്ടോ എടുത്തോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വാൻ്റെ അവിടെ ക്ലോസ് ചെയ്യുന്ന കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓബ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓബിന് നല്ല ദേഷ്യം വരുന്നുണ്ട്.
അങ്ങനെ ഓബ അത് എഴുതി കിച്ചൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. ആ സമയം കറക്റ്റ് ഓട്ടോ സാർ അടുത്തൊക്കെ കുക്ക് ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ഓബ് കേൾക്കുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഓബാണ് ചാടി കടിച്ചിട്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓട്ടോ ആണെങ്കിൽ അത് പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്, കുക്ക് ചെയ്ത് തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓബാണെങ്കിൽ വേണ്ട ഞാൻ കുക്ക് ചെയ്തോളാം ഇറങ്ങിയിട്ടു അവൻ കയറി കുക്ക് ചെയ്യാണ്. നല്ല ദേഷ്യത്തിലായിരുന്നു. ആ സമയം സിബ് ഓട്ടോയുടെ അടുത്ത് നിന്നിട്ട് പതുക്കെ പറയാണ്, എടാ നീ ഒന്ന് സൂക്ഷിച്ചോ, ഷെഫ് നല്ല ദേഷ്യത്തിലാണ്, അയാൾ വല്ലതും ചെയ്തു കളയും, അതുകൊണ്ട് ശ്രദ്ധിച്ചെങ്ങാണ്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ഓട്ടോ നീ മാറിപ്പോടാന്ന് പറഞ്ഞിട്ട് സിബിന് പറഞ്ഞു വിടാണ്. ഈ സമയം ഓബാണെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യലായിട്ടുള്ള സോസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി അങ്ങനെ ആർക്കും അറിയത്തില്ല, കാരണം അത് ഓബിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ടൈമിന് അവിടെ സൈഡിൽ നിന്ന് ഓട്ടോ ഇത് കാണുന്നുണ്ട്, കൂടെ ആരും അറിയാതെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. റെക്കോർഡെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അവൻ ഓബിൻ്റെ അടുത്ത് നിന്നിട്ട് ഒന്നും അറിയൂടാത്ത പോലെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ഓ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട് തന്നെ. ഓബാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ടും കൂടെ തന്നെ എങ്കിൽ പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങ് ഫോൺ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്താൽ പോരെ, അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് പറയാണ്. അങ്ങനെ ഓട്ടോ മാറി നിന്നിട്ട് അവൻ്റെ വർക്ക് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നു ക്ലൂവേനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലാണ്. അവനങ്ങനെ പുറത്തൊരു ടേബിളിൽ അവൻ്റെ ഫുഡൊക്കെ വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വാൻ അതുവഴി പോകുമായിരുന്നു. അങ്ങനെ വാനിനെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇരിക്കുന്ന ഫുഡൊക്കെ കണ്ടപ്പോൾ വാനും കൊതി വന്നിട്ട് അവനും ഇരുന്ന് കഴിക്കുകയാണ്. കയറി ടൈമിന് അങ്ങോട്ടേക്ക് ഓബ് നടന്നു പോകുന്നുണ്ട്. ആ സമയം ക്ലൂ ഓബിനെയും സാർ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഓബ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഓബ് അങ്ങോട്ടേക്ക് വന്നു ചെയ്യുന്നതും വാനാണെങ്കിൽ ഓബ് നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങാണ്. ആ സമയം ക്ലൂ എവിടെ പോകുന്നതെന്ന് വെച്ചപ്പോൾ വാനാണെങ്കിൽ ഓബിനെ നോക്കിക്കൊണ്ട് എൻ്റെ വയറ് ഇറങ്ങി എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് ദേഷ്യത്തിൽ നടന്നു പോവാണ്. വേറെങ്ങനെ ഒരിടത്തുനിന്ന് മാറി നിന്നിട്ട് എൻ്റെ പൊന്ന് ഷെഫോബെ നിങ്ങൾ എന്നാത്തിന് ഇപ്പം ഇങ്ങോട്ട് കയറി വന്ന് ഞാൻ ആ ഒരു കഷ്ണം കഴിച്ചോളൂ, എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ തപ്പി നോക്കുന്നുണ്ട്. അതിനുശേഷം ഓട്ടോനെ കടിക്കുമ്പോൾ അവന് മറ്റൊരു സൈഡിൽ വെളിയിൽ വന്നിരുന്നിട്ടും നേരത്തെ ആണെങ്കിൽ അവിടെ ഓട്ടോ ഇരുന്ന് എന്തോ എഴുതുന്ന കണ്ടിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്, പുറകിൽ ചെന്ന് നിൽക്കുകയാണ്. ആ സമയം കറക്റ്റ് ഓട്ടോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഓട്ടോയുടെ ഫോണൊക്കെ എടുത്ത് മാറ്റി ഹെഡ്ഫോണൊക്കെ മാറ്റിയിട്ട് നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ പുറകെ നിൽക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം, ഒരാൾക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിബ് അല്ല നീ ഇങ്ങനെ ടെസ്റ്റൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു, നീ എപ്പോഴും എഴുത്തും പഠിത്തമൊക്കെ ആണല്ലോ, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഐഡിയ നിനക്ക് കാണിച്ചു തരാൻ തുടങ്ങിയിട്ട് അവൻ കുക്ക് ചെയ്തിരിക്കുന്ന ഐഡിയ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഓട്ടോയാണെങ്കിൽ അല്ല ഞാൻ നിൻ്റെ കോമ്പറ്റീറ്റർ അല്ലേ, പിന്നെ നിൻ്റെ ഐഡിയസ് എനിക്ക് ഷെയർ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഓട്ടോ ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ വന്ന് കയറരുത്, നിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്നത് തന്നെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോകുന്നുണ്ട്. എന്തോ സിബിനകത്ത് ഭയങ്കരമായിട്ട് വിഷമമായ ഒരു സംഭവമായിരുന്നു. അവനങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജെ ആണെങ്കിൽ ക്ലിനിക്കിൽ നിൽക്കുന്നതാണ്. ആ സമയം കഴിഞ്ഞ ദിവസം മെത്താസിനെ നോക്കാനായിട്ട് നമ്മുടെ ജേജിക്ക് ഏൽപ്പിച്ചത് അവളെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ലേഡിയായിരുന്നു. അവരുടെ പേര് സോമെന്നാണ്. സോമ അപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് എടാ നിനക്കെതിരെ മെത്താസ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയമാണെങ്കിൽ മെത്താസ് കംപ്ലയിൻറ്റോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അതെ മെത്താസിൻ്റെ സെക്രട്ടറി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇന്നലെ നീയാണെങ്കിൽ അവിടെ തെറാപ്പിക്ക് ചെന്നിട്ട് നേരെ ചെയ്തില്ല, മെത്താസ് വീണിട്ട് അവൻ്റെ കാലിലെ മുട്ടിൽ സർജറി ചെയ്യേണ്ട അവസ്ഥ വരെ വന്നില്ലേ എന്ന് പറയാണ്. ആ സമയം ജെ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്നിട്ട് കേട്ടില്ല, ചെന്ന് വീണ്ടും ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി, അതിപ്പോൾ എൻ്റെ തെറ്റാണോ, സോമിന് അറിയാമെന്നുള്ളതല്ലേ, ഞാനാണെങ്കിൽ എപ്പോഴും കറക്റ്റായിട്ടേ വർക്ക് ചെയ്യത്തുള്ളൂ, എന്നെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നതായിട്ട് കേട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയമാണെങ്കിൽ സോമ് എനിക്കറിയാം നീ നേരെ ചെയ്യുന്നതെന്ന്, പക്ഷേ ഇപ്പോൾ നിനക്കെതിരെ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് മെത്താസാണ്. മെത്താസ് ഈ ഒരു സൊസൈറ്റിയിൽ വളരെ വലിയ റെപ്യൂട്ടേഷനുള്ള ഒരാളാണ്. നമ്മുടെ ക്ലിനിക്കിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ എങ്ങാനും മോശമായിട്ട് പോസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതം തീർന്നു മോനെ, അതുകൊണ്ട് ഒരു വഴിയുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടും അവനൊരു കൂട്ടം ഫ്രൂട്ട്സും കൊടുത്ത് വിട്ടിട്ട് മെത്താസിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടാണ് അവന് സോപ്പിടാനായിട്ട്. അങ്ങനെ ജെ ഇഷ്ടമല്ലാതെ ആയാലും പണി കൊണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ മെത്താസിൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. ഈ സമയം കയറി ചെന്ന കറക്റ്റ് ടൈമിന് മെത്താസാണെങ്കിൽ അവിടെ നിന്ന് പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ എനിക്കതൊന്നും വേണ്ടാന്ന്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കാല് ശരിയാവണം, എനിക്ക് പോയേ പറ്റുള്ളൂ, ചിലപ്പോൾ ഞാൻ നാളെ ഡിസ്ചാർജ് ആയെന്നിരിക്കും, അപ്പോൾ പിന്നെ എൻ്റെ കാലെനിക്ക് പെട്ടെന്ന് ശരിയായി കിട്ടണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം ഡോക്ടറാണെങ്കിൽ അത് പിന്നെ സാർ നിങ്ങൾ മസാജും ഒന്നും ഫിസിക്കൽ തെറാപ്പി ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല, കുറേ ടൈം എടുക്കുമെന്ന് പറയാണ്. ആ സമയം മെത്താസാണെങ്കിൽ ഓക്കെ നിങ്ങളെ കൊണ്ട് സമയത്തിന് എൻ്റെ കാല് ശരിയാക്കി തരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേട്ട് ജെ നല്ല ദേഷ്യം വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ജെ വന്നത് ഇതുവരെയായിട്ട് മെത്താസ് കണ്ടില്ലായിരുന്നു. അങ്ങനെ ജെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് മെത്താസിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് മനുഷ്യരാണോ,
ആദ്യം ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്ക്. തനിക്ക് കുറേ പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് ഇത്രയും കിടക്ക് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയമാണെങ്കിൽ മെത്താസാണെങ്കിൽ നിനക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് തന്നെയല്ലേ, പിന്നെ നീ എന്തിനാ വീണ്ടും ഇവിടെ വന്നെന്ന് വെച്ചപ്പോൾ ജെ ഞാൻ നിങ്ങളുടെ അടുത്ത് സോറി പറയാനാണ് വന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ കാണിച്ചു കൂട്ടുന്നർത്ഥം കണ്ടല്ലോ. ഇനി ഞാൻ സോറി ഒന്നും പറയുന്നില്ല. നിങ്ങൾ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ബാക്കിയുള്ളവരടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളെ നോക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നേനെ. നിങ്ങളെ നോക്കാനായിട്ട് ഒരാളുടെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണിപ്പോൾ എന്ന് പറഞ്ഞിട്ട് ജെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് മെത്താസാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ സമയം അവന് കഴിയാനുള്ള ഫുഡെല്ലാം അവൻ്റെ സെക്രട്ടറി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ആ സമയം പക്ഷേ സെക്രട്ടറി ആണെങ്കിൽ കൊണ്ടുവച്ച ഫുഡൊന്നും തന്നെ മെത്താസ് കഴിച്ചില്ലായിരുന്നു. മെത്താസ് വേറെന്തോ ചിന്തയിലായിരുന്നു. ആ സമയം സെക്രട്ടറി അങ്ങോട്ടേക്ക് വന്നിട്ട്, സാർ നിങ്ങൾ എപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ്, നിങ്ങൾക്കിത് വേണ്ടേന്ന് ചോദിച്ചപ്പോൾ മെത്താസ് ഇല്ലാതെ കുഴപ്പമില്ല, എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കഴിക്കാതിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് മെത്താസ് ആണെങ്കിൽ ജെ നേരത്തെ പറഞ്ഞ വാക്കുകളായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊരു നല്ല ആളായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളെ നോക്കാൻ ആളുണ്ടായിരുന്നേനെ, ഇപ്പം നിങ്ങളെ നോക്കാനായിട്ട് ഒരാൾ വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം. അങ്ങനെ അതാലോചിച്ചിട്ട് അവൻ എന്തോ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയ ശേഷം അവൻ്റെ സെക്രട്ടറിയുടെ അടുത്ത്, നമുക്ക് നാളെ ഡിസ്ചാർജ് ആവണം, എനിക്കുള്ള ഫിസിക്കൽ തെറാപ്പി ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അറേഞ്ച്മെൻ്റ് എല്ലാം നീ ചെയ്യാനായിട്ട് പറയാം. അതിനുശേഷം കാണിക്കുന്നത് വാനാണെങ്കിൽ ഇരുന്ന് ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഓബാണെങ്കിൽ അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് ഇവന് കൊടുത്തിട്ട് കഴിക്കാനായിട്ട് പറയാണ്. എന്നാൽ വാൻ ദേഷ്യത്തിരുന്നുകൊണ്ട് തന്നെ എനിക്കങ്ങ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാത്രം നീക്കി വെച്ചിട്ട് ഇനി ഇരിക്കുന്നുണ്ട്. ആ സമയം ഓബ് കഴിക്കാനായിട്ട് അറിയുമ്പോൾ ഇവൻ കേൾക്കുന്നില്ല. എന്നിട്ട് വാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ ഇപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്, നിങ്ങൾ സാധാരണ എനിക്കൊന്നും കുക്ക് ചെയ്യാറില്ലല്ലോ, എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ എനിക്ക് കുക്ക് ചെയ്ത് തന്നേന്ന് വെച്ചപ്പോൾ നിൻ്റെ ബോസായിട്ടുള്ള പേരില്ല അതിനൊക്കെ കുക്ക് ചെയ്ത് തന്നെ, നീ ഒന്നും കഴിക്കാതിരിക്കുകയില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം വാന് കഴിക്കുന്നില്ല. അങ്ങനെ ഓബാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. ഓബ് നടന്നു പോയി കഴിഞ്ഞത് ഓബ് പോയോ എന്നിങ്ങനെ എത്തി നോക്കിയിട്ട് വാനാണെങ്കിൽ ഇത്ര നേരം അടക്കി പിടിച്ച് വെച്ചിരുന്ന അവൻ്റെ വിശപ്പൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് അവൻ എടുത്തങ്ങ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവന് ടേസ്റ്റ് വിട്ടാൽ ഭയങ്കരമായിട്ട് നല്ല സ്പീഡിന് കഴിച്ചു പോവാണ്. ആ സമയമാണെങ്കിൽ അത് ഓബ് വന്ന് നിന്ന് കാണുന്നുണ്ട്. ഇവൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഓബിന് ഒരു സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓട്ടോവിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ ഇരുന്ന് മുമ്പത്തെ പോലെ തന്നെ ഹെഡ്ഫോൺ വെച്ചിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോയും കണ്ടിട്ട് അവനാണെങ്കിൽ റെസിപ്പിയൊക്കെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സിബ് കയറ്റുന്നതും കറക്റ്റ് ഇവനെ ബുക്ക് എടുത്ത് ഡ്രോയറിൻ്റെ അകത്ത് വെച്ച് പൂട്ടിയിട്ട് അവനൊരു കോള് വന്നു എന്നുള്ള പേരിൽ അവൻ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലാണ്. ആ സമയം നമ്മുടെ ആ സിബിന് നല്ല ഡൗട്ട് വന്നുന്നുണ്ട്. അവനങ്ങനെ ചെന്നിട്ട് ആ ഡ്രോയറിൽ നിന്ന് ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഷെഫിൻ്റെ സീക്രട്ട് റെസിപ്പി എല്ലാം ഇവൻ എഴുതി വെച്ചിരിക്കുകയാണ്. ആ സമയം മുമ്പ് ഉണ്ടായ ഇൻസിഡൻറ്റും എല്ലാം അവനിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി ഇവൻ പറ്റിക്കുകയാണ്, ഇവൻ ഷെഫിൻ്റെ റെസിപ്പി മോഷ്ടിക്കുവാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ അവ അതെല്ലാം ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട് തെളിവായിട്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഓട്ടോ കയറി വരികയാണ്. എന്നാൽ ഓട്ടോ വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സിബ് ആ ബുക്കാണെങ്കിൽ തിരിച്ച് വെച്ചിട്ട് ഗെയിം കളിക്കുന്ന പോലെ അവൻ്റെ ബെഡിൽ ഇരുന്ന് കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗെയിം. അങ്ങനെ ഓട്ടോ തിരിച്ചു വന്നിട്ട് ഡ്രോയറിൻ്റെ അകത്ത് ആ ബുക്കുണ്ടോ, അത് സിബ് കണ്ടോ, സിബ് എടുത്തോ എന്നൊക്കെ നോക്കിയപ്പോൾ ബുക്ക് അവിടെ തന്നെയുണ്ട്. അങ്ങനെ സിബ് തൊട്ടിട്ടില്ല, സിബ് അത് കണ്ടിട്ടില്ല എന്ന് ഓർത്തിട്ട് സമാധാനിച്ച് ഓട്ടോയും ഇരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം അവരുടെ മെയിൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓബ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇന്ന് നിങ്ങളുടെ മെയിൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇതിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ആ ആൾ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതാണെന്ന് പറയുന്നുണ്ട്. കൂടെ അവരെ നുവങ്ങ് നിൽപ്പുണ്ട്. എന്നിട്ടാണെങ്കിൽ ഓബാണെങ്കിൽ റൂൾസ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്, ചെയ്യുന്ന ഓരോന്നിനും പോയിന്റ് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടാസ്ക് സിമ്പിളാണ്, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ബേസിൽ സ്റ്റിർ ഫ്രൈ, അതിൻ്റെ കൂടെ തന്നെ നല്ല റൗണ്ടായിട്ടുള്ള ഫ്രൈഡ് എഗ്ഗുമാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോരോ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാണെങ്കിൽ ടൈമർ 15 മിനിറ്റ് ടൈം വെച്ചിട്ട് ഈ ഒരു മുട്ട മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ നിന്ന് ഔട്ടായി കഴിഞ്ഞു, നിങ്ങൾ കുളമാക്കാൻ നേരെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാടാ. അങ്ങനെ എല്ലാവരും ഓരോ മുട്ട എടുത്തുകൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കുക്കിംഗ് നടത്തുവാണ്. പെട്ടെന്ന് നമ്മുടെ ഓട്ടയാണോ ചെയ്തത്, മനഃപൂർവ്വമാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ട്രേ ഒന്ന് നീങ്ങിയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന മുട്ട വീണ് താഴെ വീണ് പൊട്ടുകയാണ്. അത് ആക്ച്വലി സിബിൻ്റെ മുട്ടയായിരുന്നു. സിബ് അങ്ങനെ ടെൻഷനായിട്ട് വന്ന മുട്ട പറക്കി എടുക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യാൻ, താഴെ വീണ് പൊട്ടിയ സംഭവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവൻ ഓട്ടോയുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഓട്ടോ മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം അവനാണെങ്കിൽ വാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഇറങ്ങിയിട്ട് വാനിന് പാവം തോന്നിയിട്ട് നീ ഇങ്ങി വാ, എൻ്റെ മുട്ടയെന്ന് ഞാൻ പൊട്ടിച്ചതിന് ശേഷം പകുതി നിനക്കായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാം ഈക്വലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലൂവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്തെടുത്തിട്ട് സിബാണെങ്കിൽ അതിന് നന്നായിട്ട് താങ്ക്സും പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ സമയം നുവങ്ങും ഓബും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നുവങ്ങാണെങ്കിൽ പതുക്കെ, വാന് ഭയങ്കര നല്ലൊരു പയ്യനാണല്ലോ, അവനെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നീ അവനെ നോക്കുന്ന പോലെ തന്നെ അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഇത് കേൾക്കാതിരിക്കാനായിട്ട് വാട്സ് മിണ്ടാതിരിക്കുക, ഇങ്ങനെ അനാവശ്യം പറയില്ലെന്ന് പറയാണ്.
അതിനുശേഷം കുക്കിംഗ് എല്ലാം കഴിയാണ്. എല്ലാവരും സെർവ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യുവങ്ങും ഓബും കൂടെ ഓരോരുത്തരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല കോംപ്ലിമെൻ്റ് ആണ്. ലാസ്റ്റ് വാനിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് നോക്കിയിട്ട് ഒരു കമൻറ്റും പറയാതെ ഓബങ്ങ് നടന്നു പോവാണ്. ആ സമയം നുവങ്ങ് നീ ഒന്നും പറയുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഓബ് ഇനിയൊന്നും പറയാനില്ല, റിസൾട്ട് റെഡിയാണ്, ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട്. ഓട്ടോ ഒഴിച്ച് ഓട്ടോ മാത്രം നല്ല കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. ആ സമയം കറക്റ്റ് ഓട്ടോയാണ് ഈ ഒരു മത്സരത്തിൽ നിന്ന് ഇന്ന് ഔട്ടായി പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓട്ടോ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഷെഫ്, എൻ്റെ ഫുഡാണ് ഏറ്റവും നന്നായിട്ട് ഇവിടെ വന്നത്. ആക്ച്വലി നമ്മുടെ ഓബും നുവങ്ങും കൂടെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവൻ്റെ ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് എന്തിനാ തന്നെ ഔട്ടാക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്ന ടൈമിന് ഓവാണെങ്കിൽ നേരത്തെ കുക്ക് ചെയ്യുന്ന ടൈമിന് നിന്നെ അടുത്ത് സിബാണെങ്കിൽ അവൻ്റെ മുട്ട പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചോദിച്ചതല്ലേ. ആ സമയത്ത് നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യായിരുന്നു ഷെഫ് എന്ന് പറയാണ്. ആ സമയം ഓബാണെങ്കിൽ അത് തന്നെ, നീ നിൻ്റെ വർക്ക് ഫോക്കസ് ചെയ്യായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിന് ടീം വർക്ക് വേണം. നീ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോലും ഒരുങ്ങിയില്ല. അവനാകെ ഹെൽപ്പ് ചെയ്തത് ക്ലൂവയും വാനുമാണ്. ഞാൻ പറഞ്ഞതാണ് ഈ കിച്ചണിൽ എന്ത് നടന്നാലും അതിനെല്ലാത്തിനും നിങ്ങൾക്ക് പോയിൻ്റ് വീഴും, പോയിൻ്റ് കുറയും, നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഞാൻ ശ്രദ്ധിക്കുമെന്ന്. നീ ആ ചെയ്തത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മെത്താസിൻ്റെ ആളെ ഞാൻ ഈ ഒരു സ്ഥലത്ത് കേട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാവരും മെത്താസിൻ്റെ ആളോ, ഓട്ടോ മെത്താസിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓട്ടോ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാത്തത്, ഞാൻ മെത്താസിൻ്റെ ആളല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് ഞാനത് എങ്ങനെ വിശ്വസിക്കും, നീ എല്ലാ ദിവസവും രാത്രിയാണെങ്കിൽ ഫോൺ കോൾ ചെയ്യാനായിട്ട് പുറത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇന്നലെ സിബ് എടുത്തു വെച്ച, അതായത് നമ്മുടെ അവൻ നോട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന റെസിപ്പിയുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് കാണിച്ചിട്ട് എങ്ങനെ വിശ്വസിക്കും, നീ കണ്ടില്ലേ എല്ലാ റെസിപ്പി എഴുതിയെടുക്കുകയല്ലേ, ഇത് കണ്ടിട്ട് നീ പഠിക്കുകയാണെന്ന് തോന്നുന്നില്ല, നീ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അവനെ ഫോട്ടോ എടുക്കുന്നത് കാണിച്ചിട്ട് നുവങ് ആ ഫോൺ വാങ്ങിച്ച് നോക്കുകയാണ്. നോക്കിയ ഷോപ്പിൻ്റെ അടുത്ത് ഇതിൽ സപ്ലയറിൻ്റെ കോൺടാക്ട് നമ്പറും ഇവിടെ സെല്ല് ചെയ്യുന്ന ഫുഡിൻ്റെ ഓരോന്നിൻ്റെയും എത്ര വിലയാണെന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ റെസിപ്പീസ് വരെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഇനി നിനക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ, ഇതിൽ നിന്ന് തന്നെ തെളിയുന്നുണ്ട് നീ ഒരു കള്ളനാണെന്ന്, നിനക്ക് എന്താ ഇനി പറയാനുള്ളതെന്ന് ഓട്ടോയുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ സമയം ഓട്ടോ ഓക്കെ ഞാൻ സത്യം തുറന്ന് പറയാം, ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതൊരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. എന്നാൽ അത് കടത്തിലായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയ റെസിപ്പീസ് കിട്ടി എങ്ങനെയെങ്കിലും റെസ്റ്റോറൻറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് റെസിപ്പീസ് എല്ലാം എടുത്തത്. ഞാൻ പിന്നെ ഉറപ്പിച്ച് പറയുന്നു ഞാൻ മെത്താസിൻ്റെ ആളല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ പിന്നെ നീ വൈകുന്നേരങ്ങളിൽ ആരെയാണ് ഡെയിലി കോൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ കോൾ ഡീറ്റെയിൽസ് കാണിക്കാൻ തുടങ്ങിയിട്ട് കോൾ ഡീറ്റെയിൽസ് എടുത്ത് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഡൗട്ട് വരാതിരിക്കാനായിട്ട് ആ കോൺടാക്ട് നമ്പറിൽ വീണ്ടും വിളിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ ഫോൺ എടുത്തിട്ട് എന്ത് പറ്റി മോനെ, എന്താ ഈ സമയത്ത് വിളിച്ചത്, നിനക്ക് ഇതൊരു ടെസ്റ്റ് ഇല്ലേ, എന്തായി നീ പാസ്സായാൻ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഇല്ല അമ്മ ഞാൻ തോറ്റുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ കുഴപ്പമില്ലതാ, അതൊരു ചെറിയൊരു മത്സരമല്ലേ, നീ അത് വിട്ടേക്ക്, നീ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാവർക്കും അവൻ സത്യമാണ് പറഞ്ഞെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ എല്ലാത്തിനും സോറി, ഞാൻ സത്യമായിട്ടും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെയും പേരും എല്ലാം പോയി കിട്ടണമെന്നും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല, ഞാൻ മെത്താസിൻ്റെ ആളുമല്ല, ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് സേവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്, ഈ റെസ്റ്റോറൻറ്റ് ഞാനായിട്ട് സ്വന്തമാക്കി എടുക്കണമെന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പോകുന്ന സമയത്ത് അവൻ നേരത്തെ എഴുതിയെടുത്ത റെസിപ്പിയുടെ ബുക്കും അവിടെ വച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷം അവൻ എൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. ആ സമയം എല്ലായിടത്തും ബായ് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ഓബും നുവങ്ങും വന്നിട്ട് അവൻ്റെ അടുത്ത് നിൽക്കുന്ന പറഞ്ഞ ശേഷം അവൻ നേരത്തെ വച്ചിട്ട് പോയ ആ ബുക്ക് ഇവൻ്റെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് നിനക്ക് ഇതിൽ നിന്ന് എല്ലാ റെസിപ്പിയും കോപ്പി അടിക്കാനൊന്നും പറ്റത്തില്ല, നിനക്ക് ടാലൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് നിൻ്റേതായ ഐഡിയ ഉപയോഗിച്ച് നിൻ്റെ റെസ്റ്റോറൻറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഓട്ടോ ആണെങ്കിൽ സന്തോഷത്തോടെ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ഏതെങ്കിലും പുതിയ റെസിപ്പി അവൻ്റെ റെസ്റ്റോറൻറ്റിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ഓക്കെ ഞങ്ങൾ ഉറപ്പായിട്ട് വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ബായ് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്നത് മെത്താസിൻ്റെ വീട്ടിൽ ജേജ് നിൽക്കുന്നതാണ്. മെത്താസ് നേരത്തെ അവനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് മറ്റൊന്നുമല്ല, ജേജേനെ അവൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഏൽപ്പിക്കുക. ജേജെ അവൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അവന് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു അവൻ്റെ പ്ലാന്. അങ്ങനെ അത് വർക്കാവുന്നുണ്ട്. ജെ ഇപ്പോൾ അവൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് അവന് ആ ഒരു ചെയ്യാനായിട്ട് വരുവാണ്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മെത്താസിൻ്റെ ഫാമിലി ഫോട്ടോ കാണുന്നുണ്ട്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന ലേഡി വന്നിട്ട് ഇതിന് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ ലേഡിയുടെ അടുത്ത് മെത്താസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എവിടെയാണ്, അവരിവിടെയാണോ താമസിക്കുന്നത് അതോ വേറെ വീട്ടിലാണോ, അവരിവിടെ ഉണ്ടോ, ഞാൻ പോയി ഗ്രീറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയമാണെങ്കിൽ ആ ലേഡി അയ്യോ അവരെല്ലാവരും മെത്താസ് എബ്രോഡ് പഠിക്കുന്ന ടൈമിന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, അത് ആ സമയത്ത് വളരെ ഒരു ന്യൂസായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ലേഡി
അവിടെ നിന്ന് ചെല്ലാണ്. ആ ടൈമിന് ജെ ആണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്തിട്ട് ആ ന്യൂസ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു വളരെ വലിയ ന്യൂസായിരുന്നു. കാരണം അവൻ്റെ ഫാമിലി ആണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ന്യൂസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മെത്താസ് വന്നിട്ട് ആ കറക്റ്റ് ടൈമിന് എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് മെത്താസ് അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സമയം ജെ ആണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു 45 മിനിറ്റ് ആയിരിക്കും ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നതെന്ന് പറയാണ്. ആ സമയം മെത്താസ് കോട്ട് സ്യൂട്ട് ഇട്ടിട്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജെ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സിലേക്ക് മാറാവും ചോദിക്കുന്നുണ്ട്. ആ സമയം മെത്താസ് ഇതിനെന്താ കുഴപ്പം, എൻ്റെ ഉള്ളതിൽ ഏറ്റവും കംഫർട്ടബിൾ ഡ്രസ്സ് ഇതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി വർക്കൗട്ട് ക്ലോത്ത്സ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ലേഡീനെ വിളിച്ചിട്ട് മെത്താസിൻ്റെ ഒരു സെറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എടുത്തോട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ലേഡി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാനായിട്ട് ചെല്ലാണ്. അങ്ങനെ അവരാണെങ്കിൽ തെറാപ്പി ചെയ്യുന്നതിൻ്റെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് കിട്ടി കഴിഞ്ഞത്തേക്കും ജെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ഡ്രസ്സും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ ഇത് കണ്ടിട്ട് മെത്താസ്, നീ തെറാപ്പി ചെയ്യാൻ തന്നെയാണ് വന്നത്, അല്ല നിനക്ക് വേറെ ഒരു ഉദ്ദേശമുണ്ടോ, ഇതൊക്കെ ചെയ്തു തന്നിട്ട് നീ എൻ്റെ എക്സ്ട്രാ പൈസ വാങ്ങാനല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഉടനെ ജെ ആണെങ്കിൽ അല്ല, എനിക്ക് എക്സ്ട്രാ പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇതെൻ്റെ ജോലിയാണ്, എത്ര മോശപ്പെട്ട ആളാണെങ്കിലും എനിക്ക് ഈ ജോലി ചെയ്യണം, കാരണം അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയാം. ആ സമയം ഡ്രസ്സ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജെ മെത്താസോട്ട് വല്ലാണ്ട് ക്ലോസ് ആവുന്നുണ്ടായിരുന്നു. ആ സമയം മെത്താസിന് എന്തോ ഫീൽ ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ജെ മെത്താസിനെ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് വീടിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ സമയം മെത്താസ് ഇതൊക്കെ ചെയ്തു തന്നിട്ട് പൈസ വാങ്ങാനുള്ള ഉദ്ദേശം തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജെ അല്ല, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ, നിങ്ങൾക്ക് ബോറായിരിക്കും, നിങ്ങളെ പുറത്ത് കൊണ്ടുപോകാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്, അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മെത്താസിൻ്റെ കാലിൽ കെട്ടിയിരുന്ന സാധനം നല്ല ഇറുക്കി വെക്കുന്നുണ്ട്. ആ സമയം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് നിങ്ങളുടെ കാല് പെട്ടെന്ന് നോക്കിയാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സ്ട്രെസ്സ് കുറയും, പെട്ടെന്ന് മുറിവൊക്കെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെത്താസിൻ്റെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മെത്താസാണെങ്കിൽ ജയജനെ പിടിച്ചു വെച്ചിട്ട്, നീ ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് അല്ലേ, പക്ഷേ നീ എൻ്റെ അടുത്ത് വരുന്ന സമയത്തെല്ലാം എനിക്കെന്തോ എൻ്റെ ഹാർട്ട് ബീറ്റ് സ്പീഡാവുന്ന പോലെ തോന്നും, അത് ദേഷ്യം കൊണ്ടല്ലെങ്കിൽ മറ്റെന്ത് റീസൺ കൊണ്ട് എന്തോ കാരണമില്ലെന്ന് വെച്ചിട്ട് ഫ്ലേർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ആ സമയം ജയ മര്യാദയ്ക്ക് ഇരുന്ന് അലയിരിക്കും പെട്ടെന്ന് എൻ്റെ ജോലി ചെയ്തിട്ട് നിങ്ങളും ഓക്കെ ആക്കിയിട്ട് എനിക്ക് എൻ്റെ വഴിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വാനാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ അവൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ഓബ് അങ്ങോട്ടേക്ക് വന്നിട്ട്, ഇന്ന് നിനക്ക് കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കി തന്നില്ലേ, അതിന് താങ്ക്സ് പറയുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ ഞാൻ താങ്ക്സ് പറയാനായിട്ട് തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനും തിരിച്ച് ബേസിൽ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അത് ഓബ് കഴിക്കുന്നുണ്ട്. ഓബിനാണെങ്കിൽ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ട്, ഈ ഒരു ടേസ്റ്റിന് വരുന്ന ബേസിൽ സ്റ്റിർ ഫ്രൈ നീ ആരെയെന്നെങ്കിലും കണ്ടു പഠിച്ചാണോ അതോ നീയായിട്ട് ഉണ്ടാക്കിയാണോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ അമ്മ എനിക്ക് മുമ്പ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്, ആ ഒരു ടേസ്റ്റ് ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്, അപ്പോൾ ഇതാണ് എനിക്ക് റിസൾട്ടായിട്ട് കിട്ടിയെന്ന് വാൻ പറയാണ്. ആ സമയം ഓബ് നന്നായിട്ടുണ്ട്, പിന്നെ നീ ഇന്ന് ആ റൗണ്ട് പാസ്സായി ജയിച്ചു, എലിമിനേറ്റ് ആയില്ല, അതിന് നിനക്ക് സന്തോഷം ഇല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം വാൻ സന്തോഷമുണ്ട്, പക്ഷേ അതേസമയം കുറ്റബോധമുണ്ട്, ഓട്ടോയ്ക്ക് എന്നെക്കാളും കഴിവുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ അത് പറയുന്നതായിട്ടിട്ട് ഓബ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ വേണം, ഇന്ന് നീ കിച്ചണിൽ സിബിനെ ഹെൽപ്പ് ചെയ്തില്ല, അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു എന്ന് പറയാണ്. ഇതെല്ലാം പറയുന്ന സമയത്ത് ഓബാണെങ്കിൽ വാനോട്ട് ക്ലോസ് ആവുന്നുണ്ടായിരുന്നു. ആ സമയം വാൻ എന്താ ഉദ്ദേശം, എനിക്ക് വല്ല ഗിഫ്റ്റും തരാനുള്ള പ്ലാനാണെന്ന് വെച്ചപ്പോൾ അതെ, ഒരു കുഞ്ഞ് സമ്മാനം തരാനുള്ള പ്ലാനാണെന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനെ 3rd ഫ്ലോറിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. സാധാരണ ആരും 3rd ഫ്ലോറിലേക്ക് കൊണ്ടുവരില്ലല്ലോ. അങ്ങനെ 3rd ഫ്ലോറിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ അവിടുത്തെ കിച്ചണിലേക്ക് കൊണ്ടുപോവാണ്. അവിടുത്തെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് മറ്റേ കാവയ്ക്ക് മുമ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു ഡെസേർട്ട് ഉണ്ടല്ലോ, അത് വീണ്ടും ഇവൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇവനത് കഴിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവന് മുമ്പ് കാവ പറഞ്ഞ പോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മെനുവിൽ ആഡ് ചെയ്യാത്ത നല്ല അടിപൊളി ഡെസേർട്ടാണല്ലോ ഇതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഓബാണെങ്കിൽ ഇല്ല, ഇത് ഞാൻ ആഡ് ചെയ്തില്ല, ഇത് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ആനാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാനല്ലല്ലേ, ഇതിനു മുമ്പേ ആരെയോ 3rd ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് ഉണ്ടെന്ന് പറയാണ്. ഉണ്ടെന്ന് പറയുന്നു, സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ വാൻ വിചാരിച്ചില്ല, അത് പറയുമ്പോൾ വാന് ചെറിയൊരു സങ്കടമാവുന്നുണ്ട്. ആ സമയം ഓബ്, ഞാൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൾക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അവളാണ് ആദ്യമായിട്ട് വന്നത്, അതിനുശേഷം ഇപ്പോൾ നീയാണ് ഇവിടെ വരുന്നതെന്ന് പറയാണ്. ആ സമയം ഇത് കേട്ട് ജലസായിട്ട്, നിങ്ങളുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റി എന്നോട് തന്നെ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചിട്ട് സ്പൂണും വെച്ചിട്ട് തിരിഞ്ഞങ്ങ് നിൽക്കുകയാണ് വാൻ. ആ സമയം ഓബ് ആ ഒരു ഡെസേർട്ട് കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് വന്നതിന് ശേഷം, കാരണം വീണ്ടും ഈ ഡെസേർട്ട് എന്നെ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച നീ മാത്രമാണ്, നീയാണ് ഇതിനൊരു പുതിയ ഫ്ലേവർ കൊടുക്കാൻ എനിക്ക് ഐഡിയ തന്നത്, ഇൻറ്റേർണൽ സമ്മറിൻ്റെ ഫ്ലേവറാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയപ്പോൾ കൊടുത്തേക്കുന്നത്, നിന്നെപ്പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവന് കഴിക്കാനായിട്ട് വീണ്ടും സ്പൂണിൽ കോരി കൊടുക്കുന്നുണ്ട്. ആ സമയം വാൻ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഓബ് നല്ല ക്ലോസ് ആയി വന്നിട്ട്
വന്നിട്ട് വാനെ കിസ് ചെയ്യാണ്. ആ സമയം വാനാണെങ്കിൽ ഓബിനെ തടഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പകുതിക്ക് വെച്ച് നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനങ്ങ് ഇത് പറയുന്നിട്ടിട്ട് ഓബ് വേറെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ അങ്ങ് കിസ് ചെയ്യാണ്. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവരങ്ങ് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നതിന് ബൈ.